ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ നിധി ഹരീഷിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മളെ സുധീഷ് അവിടെ എത്തിയോ ഇല്ലയെന്നൊക്കെ. അപ്പം സുധീഷ് അവിടെ എത്തിയിട്ടൊന്നുമില്ല. നമ്മളെ ഹരീഷും ആകെ ഷോക്കായി. എന്താ അപ്പോൾ സുധീഷിനെ വിളിച്ച് ചോദിക്കുന്നത്, കാരണം നിധിയുടെ കൂടെയല്ലേ സുധീഷ് ഏട്ടൻ അങ്ങോട്ട് പോയത്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് സുധീഷിനും ടെൻഷനായി. അപ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഏയ് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, എന്തായാലും അവിടെ എത്തിയാൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഫോൺ സ്വിച്ച് ഓഫായി ഇരിക്കാറില്ലല്ലോ സുധീഷ് ഏട്ടൻ്റെ, ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെയാണ് നമ്മളെ ഹരീഷും ചോദിക്കുന്നുണ്ട്. അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏട്ടത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രശ്നമൊന്നുമില്ല, എന്തായാലും സുധീഷ് ഇവിടെ എത്തിയാൽ ഞാൻ വിളിക്കാം, അവിടെ എത്തിയാൽ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധി ഫോൺ കട്ടായി ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. ഹാളിലാണെങ്കിൽ നമ്മളെ രാജീവനും അതുപോലെ തന്നെ അരുണും ഹേമയും കൂടിയിട്ട് ഭയങ്കര സംസാരത്തിലാണ്. അവിടെ നമ്മളെ സുധീഷിനെ അവർ കെട്ടിയിട്ട് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് ഒരാൾ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് അട്ടഹസിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, എന്തിനാ ഇത് വീഡിയോ എടുക്കുന്നത്, ആർക്ക് അയച്ചു കൊടുക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ആ വീഡിയോൻ്റെ ക്ലിപ്പ് നേരെ പോയത് നമ്മളെ അരുണിൻ്റെ ഫോണിലോട്ടാണ്. അങ്ങനെ അരുൺ അത് നോക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് എണീറ്റ് പോകുമ്പോൾ നമ്മളെ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ, നീ ഇങ്ങനെയൊന്നും നടന്നു പോവല്ലേ, നിൻ്റെ കാലിന് വയ്യാത്തതുപോലെ നടക്കുക, അല്ലെങ്കിൽ നിധിക്ക് കാര്യങ്ങൾ മനസ്സിലാവും, നീ എപ്പോഴും അഭിനയിച്ചുകൊണ്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഹേമയുടെ മുന്നിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഹേമയും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനിങ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എപ്പോഴും ഇങ്ങനെ നല്ലപോലെ നടന്നു കഴിഞ്ഞാൽ നിധിയുടെ മുൻപൊന്നും നീ അതുപോലെ തന്നെ നടക്കും, ഓർമ്മയില്ലാതെ, അതുകൊണ്ട് നീ കൊക്കിച്ചാടി നടക്കുന്നൊക്കെ നമ്മളെ രാജീവൻ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം. സാന്ദ്ര അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. വഴിയെ അതിൻ്റെ കാര്യവും നമുക്കറിയാം. എന്തായാലും ആ ഒരു മെസ്സേജ് വന്ന് അരുണ് പോയി നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്സ് ഒക്കെ കാണുന്നത്. അച്ഛന് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹേമയും കാണുന്നുണ്ട്. അവൻ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു അവൻ്റെ വെല്ലുവിളി, രാജീവ് ശങ്കറിനോട് വെല്ലുവിളിക്കാൻ അവൻ ആയിട്ടില്ല എന്ന് അവന് മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി നിധി അവനെ ഉപേക്ഷിക്കണം, നിധി ഇനി ഈ വീട്ടിലെ കുട്ടിയായിട്ട് വളരണം, അവൻ്റെ കൂടെ ഇനി നിധി ജീവിക്കാൻ പാടില്ല, ഇവിടുത്തെ സ്വർണവും പണവും കട്ട ഒരു മോഷ്ടാവാണ് സുധീഷ് എന്നുള്ളൊരു ഇത് മാത്രമായിട്ട് അവൾ കഴിയണം എന്നൊക്കെ പറയുന്നുണ്ട്. പാവം നമ്മളെ നിധി ഇതൊന്നും അറിയുന്നില്ല. നിധിയാണെങ്കിൽ റൂമിൽ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നിധി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ രാജീവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും രാജീവൻ അവൻ നമ്മളെ ചതിച്ചു മോളെ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവനെ തള്ളി പറയുമ്പോൾ അരുണ് അതുപോലെ തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മളെ നിധിയാണെങ്കിൽ, അച്ഛൻ ഒന്നും ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്, സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരുടെ വീട്ടുകാർ ഫോൺ എടുത്തു, ഇല്ലല്ലോ, അപ്പം എല്ലാവരും കൂടിയിട്ടുള്ള ചതിയാണല്ലോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഹേമയും ഇത് തന്നെയാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നീ അച്ഛനും അരുണേട്ടനും പറയുന്ന ഒന്ന് വിശ്വസിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇവളുടെ മനസ്സിലേക്ക് അത് കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അരുണും അതുപോലെ തന്നെ രാജീവനൊക്കെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ റൂമിൽ പോയിട്ട് നമ്മളെ നിധി ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. സുധീഷിൻ്റെ കൂടെ കഴിഞ്ഞ നല്ല നിമിഷങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കല്യാണം കഴിയുമ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, സുധീഷ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, സുധീഷ് അങ്ങനത്തെ ഒരാളല്ല എന്ന് സ്വയം പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. ഹരീഷ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളെ സുധീഷിനെ അങ്ങോട്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഹരീഷ് ചേട്ടനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും ചോദിക്കുന്നില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. സുഭാഷ് ചേട്ടനാണെങ്കിൽ നികേഷിന് വെള്ളം കൊടുക്കുകയാണ്. ആ സമയത്ത് അങ്ങനെ ഹരീഷ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഇങ്ങനെ നെർവസ് ആവുന്നതൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷ്, ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല. സുഭാഷ് ചേട്ടനെ അവസാനമായിട്ട് സുധീഷ് ചേട്ടൻ എപ്പോഴാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവന് വിളിച്ചത് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് വിളിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, നികേഷ് നിന്നെ എന്നാ വിളിച്ചത്, എന്നെയും ഇന്നലെയാണ് വിളിച്ചത്, ഇന്ന് ഞാൻ സുധീഷ് ചേട്ടനെ അങ്ങോട്ട് വിളിച്ചപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഞാനും വിചാരിച്ചു ഹരീഷ് ചേട്ടനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ഹരീഷിൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഹരീഷിന് മാത്രമാണ് സത്യങ്ങൾ അറിയുന്നത്. അന്നേരം ഹരീഷ് ആലോചിക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ സുധീഷ് വന്നിട്ട് വർക്ക്ഷോപ്പിൽ വന്ന് കാര്യങ്ങൾ പറയുന്നതും ഒരാഴ്ച കൊണ്ട് എന്നെയും നിധിയെയും പിരിക്കുമെന്ന്
ചെയ്യുമെന്നാണ് പറഞ്ഞത്. രാജീവ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് പേടിക്കുന്നുണ്ട്. രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഹരീഷിന്റെ ടെൻഷൻ കാണുമ്പോൾ നികേഷും അതുപോലെ തന്നെ സുഭാഷ് ചേട്ടനും ചെറുതായിട്ട് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. നേരിൽ കണ്ടാൽ രണ്ടുപേരും കീരിയും പാമ്പാണ്, ഒന്ന് കാണാതിരിക്കുമ്പോൾ കണ്ടില്ലേ, കച്ചറ കൂടാൻ വേണ്ടി ആളില്ലാഞ്ഞിട്ടുള്ള ടെൻഷനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് അതൊന്നും അല്ല കാര്യം, ഒരു പ്രശ്നമുണ്ട്. ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, സുധീഷ് ഏട്ടൻ രാവിലെ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പുറത്തു പോയതാണ്, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് എപ്പോഴാണ് നിന്നെ നിധി വിളിച്ചതെന്ന് ചോദിക്കും, 1 മണിക്കൂർ മുൻപാണെന്ന് പറയുമ്പോൾ, എന്നാൽ ഇപ്പോൾ അവിടെ സുധീഷ് എത്തിയിട്ടുണ്ടായിരിക്കും, അവൻ്റെ ഫോൺ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആവുന്നതല്ല സ്വിച്ച് ഓഫ്, അവൻ പോലും അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ ഒന്ന് നിധിയെ വിളിച്ച് നോക്കുമെന്ന് പറയാം കേട്ടോ നമ്മൾ ഹരീഷിനോട്. അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ പിന്നെ പറയുന്നുണ്ട് നികേഷ് നിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് നോക്കുന്നു. അങ്ങനെ നികേഷിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അത് വിളി കേൾക്കുമ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി സുധീഷ് എങ്ങാനും അവിടെ എത്തിയിട്ടാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഹേമ വന്നിട്ട് നമ്മളെ നിധിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിധി ഇങ്ങനെ ഫോണിൽ തോണ്ടി കളിക്കുമ്പോൾ അതുപോലെ തന്നെ സുധീഷിന് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. സുധീഷ് നീ ഇവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്, എൻ്റെ ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വോയിസ് അയക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹേമ റൂമിലേക്ക് വരുന്നുണ്ട്, വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും ഞങ്ങളെ വിശ്വസിക്കുന്നില്ല, അവനെയാണല്ലോ വിശ്വസിക്കുന്നത്, കഷ്ടം തന്നെ, എന്തായാലും അവൻ നമ്മളെ പറ്റിച്ച് പോയതല്ലേ, അതാണ് ഇതാണ്, അവൻ്റെ വീട്ടുകാരും കൂടി ചേർന്നിട്ടാണല്ലോ ഇങ്ങനെ ചെയ്തത്, ഇനി എന്തായാലും നിൻ്റെ അച്ഛൻ എന്തായാലും അവനെ വെറുതെ വിടുന്നു തോന്നുന്നില്ല, അഥവാ ഈ പണവും സ്വർണ്ണവും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ആ വീടും അവനുമായിട്ടുള്ള ബന്ധം നീ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നുണ്ട്. ഇത്രയും കാലം നിൻ്റെ അച്ഛൻ വീടിൻ്റെ പുറം ലോകം കണ്ടിട്ടില്ല, നീ ആയിട്ട് ഉണ്ടാക്കിയ നാണക്കേട് കൊണ്ട് ഇനി നീ കല്യാണം കഴിച്ചത് ഒരു മോഷ്ടാവിനെയും കൂടി ആണെന്ന് അറിയുമ്പോൾ അച്ഛന് ഇനിയും നടക്കാൻ പറ്റില്ല, അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഹേമ. ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ നിധി പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ഒരുപാട് ടെൻഷനിലാണ് നിൽക്കുന്നത്, എന്നെ കൂടുതൽ ടെൻഷൻ ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഇവിടുന്ന് പോകുന്നുള്ള രീതിയിലൊക്കെ അവിടുന്ന് ഇങ്ങനെ കൈ കൂപ്പിയൊക്കെ അമ്മേനോട് പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മളെ ഹേമ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ഈ ഹേമ പറയുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടുക കേട്ടോ. എന്തായാലും അവള് സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്നറിയാം, എങ്കിൽ കൂടി ഒരു പേടി ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നികേഷ് വിളിച്ചപ്പോഴും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ അവിടെ സുധീഷ് ഏട്ടൻ വന്നിട്ടാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ സുധീഷ് ഏട്ടൻ വന്നിട്ടൊന്നുമില്ല. അപ്പം നികേഷ് പറയുന്നുണ്ട് ഏട്ടത്തിയുടെ കൂടെ പോയതല്ലേ, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സ്പീക്കറിലിട്ട് സംസാരിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛനെ ഏൽപ്പിച്ചൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സുധീഷ് പുറത്തു പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഹരീഷിന് ആകെ പേടിയായി, സുധീഷ് ഏൽപ്പിച്ച കാര്യമാണെന്ന് പറയുമ്പോൾ ഹരീഷിന് പേടിയാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവാതെ ഇരിക്കുക, ഇവിടെ വന്നാൽ ഞാൻ അങ്ങോട്ട് വിളിക്കുക, അവിടെ വന്നാൽ എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അവസാനം നമ്മളെ ഹരീഷ് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടൻ അത് ചതിയാണ്, അയാൾ ചതിച്ചതാണ്. അപ്പോൾ ആര് ചതിച്ചതാണ്? നിധിയുടെ അച്ഛൻ. നിധിയുടെ അച്ഛൻ എന്തിനാ ചതിക്കുന്നത്? അവരിവിടെ വന്നിട്ടല്ലേ നമ്മൾ സുധീഷിനെ അങ്ങോട്ട് കൊണ്ടുപോയത്, പിന്നെ എങ്ങനെ ചതിക്കാനെന്ന്? അതൊന്നുമല്ല, ഇവിടേക്ക് വരുന്ന അന്ന് രാവിലെ കാറിൽ വെച്ചിട്ട് സുധീഷ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്, ഒരാഴ്ചയ്ക്കുള്ളിൽ നിധിയെയും സുധീഷ് ഏട്ടനെയും പിരിക്കുമെന്ന്. അത് സുധീഷ് ഏട്ടൻ എന്നോട് കടയിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല, അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ നമ്മളെ സുധീഷ് ഏട്ടന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്, പിന്നെ നമ്മളെല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ഏട്ടന് പേടിയാവണം, അയ്യോ ഇതൊക്കെ നീ എന്തോടെ നേരത്തെ പറയാതിരുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അവൻ ഒരിക്കലും ഇവിടുന്ന് വിടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും പറയരുതെന്ന് സുധീഷ് ഏട്ടൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവരുടെ അച്ഛൻ ഏൽപ്പിച്ചൊരു കാര്യത്തിനാണ് പോയതെന്ന് പറയുമ്പോൾ ഇതെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പ്ലാനിങ് ആണ്, എന്തോ ഒരു ചതി ഉണ്ട് ഇതിൽ. എന്തായാലും അയാൾ ഇങ്ങോട്ട് വന്നത് വലിയൊരു പ്ലാനിങ് ആയിട്ട് തന്നെയാണ്, അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഹരീഷ് പറയുമ്പോൾ നമ്മളെ സുഭാഷ് ഏട്ടനും നികേഷിനൊക്കെ ആകെ ടെൻഷനായിട്ടോ, ആകെ പേടിയായി. എന്തായാലും ഇതൊക്കെ വെളിയിൽ നിന്നിട്ട് നമ്മളെ ഭാസ്കരനച്ഛൻ കേൾക്കുന്നുണ്ട്. ഭാസ്കരനച്ഛൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം വരാൻ പോകുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഭാസ്കരനച്ഛൻ നോക്കി കാണുന്നുണ്ട്. ആദ്യമേ രാജീവനെ ഒരു ഡൗട്ട് നമ്മളെ ഭാസ്കരനച്ഛനും ഉണ്ടായിട്ടുണ്ട്, അപ്പം അത് ശരിയായി എന്ന് ഭാസ്കരനച്ഛനും ഇപ്പോൾ തോന്നി. പുറത്ത് നിന്നിട്ട് ഭാസ്കരനച്ഛനും എല്ലാ കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുകയാണ് സംഭവങ്ങളൊക്കെ. എന്തായാലും ഇനി ഈ ഡ്രാമയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാം. ബൈ.